ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ ഒരിക്കലും മദ്യപാനത്തെക്കുറിച്ചോ ലഹരിയെക്കുറിച്ചോ അതിന്റെ ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ചോ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ ഇട്ടുകൊണ്ട് സംസാരിക്കാൻ കാരണം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്, വളരെയധികം ഗൗരവത്തോടു കൂടി നമ്മളെല്ലാവരും കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ലഹരിയിൽ ഒരു കുട്ടി സ്വന്തം മാതാവിനെ കൊന്ന ഒരു വിഷയം. അതുപോലെ തന്നെ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സീരീസിൽ പെടുന്ന ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. സ്വന്തം മാതാപിതാക്കളെ, അതുപോലെ തന്നെ കൂട്ടുകാരെ, അയൽവാസികളെയൊക്കെ ലഹരിയിൽ അല്ലെങ്കിൽ മദ്യലഹരിയിലൊക്കെ അടിച്ചു കൊല്ലുകയും അതുപോലെ തന്നെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് വീഡിയോകളും അതിൻ്റെ വാർത്തകളും എല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ മദ്യപാനത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഹാർംഫുൾ എഫക്ട്സിനെ കുറിച്ചല്ല സംസാരിക്കുന്നത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലഹരി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. മുമ്പൊക്കെ അതൊരു കോളേജ് കാലഘട്ടത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഹയർ സെക്കൻഡറിയിലേക്കും ഹൈസ്കൂളിലേക്കും ഇപ്പം UP കാലഘട്ടത്തിലുള്ള കുട്ടികളിലേക്ക് പോലും ഇത് എത്തിപ്പെടുന്നു എന്ന് പറയുമ്പോൾ പോലും, ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം നിരന്തരമായി നമ്മൾ കേൾക്കുമ്പോൾ പോലും ഇത് കേൾക്കുന്ന മിക്ക രക്ഷിതാക്കളുടെയും പ്രൈമറി റെസ്പോൺസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ദാറ്റ് ഈസ് ദിസ്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇങ്ങനെയൊന്നും ആവില്ല, അല്ലെ? ഇങ്ങനെയുള്ള ഏത് വിഷയം വരുമ്പോഴും നമ്മുടെ ആദ്യത്തെ ഒരു തീരുമാനം അതാണ്. കാരണം എൻ്റെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, വലിയ പ്രശ്നമാണ്, നാട്ടിൽ മൊത്തം പ്രശ്നമാണ്, പക്ഷേ എൻ്റെ മകൾ ഇങ്ങനെയൊന്നും ആവില്ല. ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇത് നല്ലതാണ്. കാരണം നമ്മുടെ മക്കളെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ച് മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാവരും ഇങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് ഈ പറഞ്ഞ നേരത്തെ കൊലപ്പെടുത്തിയ ആ കുട്ടി ലഹരിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ അതിനേടുള്ള സൂചനകൾ ഒബ്വിയസ്ലി അവരുടെ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ടും എന്തായിരിക്കും അത് ആ ആദ്യഘട്ടത്തിൽ തന്നെ അത് തടയാതിരിക്കാൻ കാരണം സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സിൽ നിന്നും അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ഫീഡ്ബാക്സ് സ്വാഭാവികമായിട്ടും പാരൻസിന് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് മക്കളോടുള്ള ആ ഒരു അമിതമായൊരു ട്രസ്റ്റ് അല്ലെ, അങ്ങനെയൊന്നും ആവൂല. ലോകം മൊത്തം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഇതിനോട് ഇമ്മ്യൂണാണ്, അവർ അതിൽ പെടില്ല എന്ന ഒരു വിശ്വാസം പലപ്പോഴും നമ്മളെ വഞ്ചിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിന്താഗതി മാറ്റിവെച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കേൾക്കണമെന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിവൺ ക്യാൻ ബി വൾണറബിൾ. ആരും ഇതിന് വൾണറബിൾ ആകാം എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണിത് അഡിക്റ്റീവ് ആകുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, ആരും ഏത് കുട്ടിയും അല്ലെങ്കിൽ എത്ര നല്ല ഫാമിലിയിൽ നിന്നുള്ള കുട്ടിയാണെങ്കിലും ഇതിനോട് വൾണറബിൾ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സാമൂഹ്യ സാഹചര്യവും അത്തരത്തിലുള്ള ട്രാപ്പുകളുമാണ് നമ്മുടെ മക്കളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതേപോലെ തന്നെ ഇതിൽ പെട്ടുപോവുകയും അതിൽ വലിയ ക്രൈമുകളിലേക്ക് പോവുകയും അതിൻ്റെ ഒരു അടിസ്ഥാനം കിടക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ബയോളജി, നോട്ട് വിൽ പവർ. കാരണം നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് ഭയങ്കര ട്രസ്റ്റ് ഉണ്ട്, അവർക്കെല്ലാം വിൽ പവർ ഉണ്ട്. എന്ത് വിൽ പവർ ഉണ്ടെങ്കിലും ഈ സാധനം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിൽ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഇത് വിൽ പവറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു വിഷയമല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള ലഹരിയെക്കുറിച്ചുള്ള മദ്യപാനത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് മുൻപ് കാലത്തൊക്കെ വലിയൊരു തിന്മയായി തെറ്റായി കണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യുകയും അതിന് അത്ര തന്നെ പ്രാധാന്യമില്ല അല്ലെങ്കിൽ അത്ര ഗൗരവം കാണിക്കേണ്ടതില്ല എന്ന ഒരു ചിന്ത ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൊതുവിൽ സമൂഹത്തിൽ തന്നെ ഉള്ളൊരു ചിന്താഗതിയാണ് സോഷ്യൽ ഡ്രിങ്കിങ് പ്രശ്നമില്ല, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കേഷണലായിട്ട് എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന ഒരു കാര്യം, എന്നൊരു ചിന്ത പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് കുട്ടികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് വിൽ പവറുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. എനിക്ക് വിൽ പവർ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സോഷ്യൽ ഡ്രിങ്കിങ് എപ്പോഴെങ്കിലൊക്കെ മാത്രമേ കുടിക്കുള്ളൂ, ഒക്കേഷണലായിട്ട് മാത്രമേ കുടിക്കുള്ളൂ, ഒക്കേഷണലായി മാത്രമേ ഇത്ര കാര്യങ്ങൾ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും കുട്ടികളിൽ ഇത് നന്നായി വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ബയോളജി എന്താ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് എങ്ങനെയാണിത് നമ്മുടെ തലച്ചോറിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ അത് തലച്ചോറിൽ ഒരു തരത്തിലുള്ള ഒരു സുഖം കൊടുക്കുന്ന, ഒരു പ്ലഷർ കൊടുക്കുന്ന ഡോപ്പമിൻ റിലീസ് ചെയ്യും. ആയിക്കോട്ടെ, സുഖം കിട്ടുന്നുണ്ട്, ആ ഒരു സുഖം കിട്ടുന്ന സമയം കൊണ്ട് അത് അവിടെ അവസാനിക്കുമോ? ഇല്ല. ആ ഡോപ്പമിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിൻ്റെ ബയോളജി ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല, പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ ബയോളജി എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഡോപ്പമിൻ നമുക്ക് ഒരു പ്ലഷർ നൽകുന്നു. ആ പ്ലഷർ ആകട്ടെ ഒരു ത്രഷോൾഡ് കഴിയുമ്പോൾ പിന്നെ അതേ അളവിൽ ആ പ്ലഷർ കിട്ടില്ല.
അതായത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിച്ചാൽ കിട്ടുന്ന ആ പ്ലഷർ നിങ്ങൾ കുറച്ച് കാലം ആ ഒരു ഗ്ലാസ് കുടിച്ചാൽ പിന്നെ അതേ പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1.5 ഗ്ലാസ് കുടിക്കേണ്ടി വരും. കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾ 2 ഗ്ലാസ് കുടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഈ രൂപത്തിലാണ് അതിൻ്റെ ബയോളജി വർക്ക് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് വിൽ പവർ. അത് വിൽ പവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. നമ്മുടെ തലച്ചോറിൽ അതേ പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ, അതേ അളവ് പ്ലഷർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര ഉപയോഗിച്ചേ മതിയാവുള്ളൂ. നമ്മൾ അത്ര പഫ് എടുത്തേ മതിയാവുള്ളൂ. നമ്മൾ അത്ര ലഹരി ഉപയോഗിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് ബയോളജിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അഡിക്ഷൻ, ഇത് ഓരോ ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായി വരും. അത് അഡിക്ഷനിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു സ്പാൻ പോലും പലപ്പോഴും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിക്കോട്ടിൻ അല്ലെ, ചിലപ്പം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു ലൂപ്പിലേക്ക് പെടുകയും നമ്മളത് അഡിക്റ്റീവ് ആവുകയും ചെയ്യും. ആൽക്കഹോൾ ഏകദേശം കുറച്ച് ആഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ അത് സംഭവിക്കും. അതേപോലെ തന്നെ ഹെറോയിൻ പോലെയുള്ള പിന്നെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ യൂസ് കൊണ്ട് തന്നെ നമ്മൾ അഡിക്റ്റീവായി പോകും. ആ ഒരു ലൂപ്പിലേക്ക് നമ്മൾ പെട്ടുപോകും എന്നുള്ളതാണ്. പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡോപ്പമിൻ ഡീടോക്സ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് പോകേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊന്നും ഒരിക്കലും പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ട് അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അത്ര എളുപ്പമല്ല അല്ലേ. നമ്മൾ പറയാറുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് അല്ലേ. പ്രിവെൻഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലൂപ്പിലെങ്ങാനും പെട്ടുപോയാൽ, അവർക്ക് ആ പ്ലഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ത്രഷോൾഡ് മുകളിലേക്ക് പോയി അവരതിന് അഡിക്റ്റ് ആകുമെന്നുള്ളത് ഇറ്റ്സ് അബൌട്ട് ബയോളജി. അത് ബയോളജിയാണ്. അതുകൊണ്ട് അതിലേക്കുള്ള സാഹചര്യങ്ങളും അതിലേക്കുള്ള കൂട്ടുകെട്ടുകളും നമ്മുടെ മക്കൾക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള റെഡ് സിഗ്നൽ കിട്ടിയാൽ എൻ്റെ മകൻ അങ്ങനെ ആവില്ല, എൻ്റെ മകൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുന്നതിന് പകരം, ശരിയായിരിക്കാം നാട്ടുകാർക്ക് പലപ്പോഴും കുറച്ചൊരു പോലീസിങ് കൂടുതലാണ്, അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രവണത നാട്ടിൽ കൂടുതലാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും എന്തെങ്കിലും ഒരു റെഡ് സിഗ്നൽ എവിടെയെങ്കിലും നമുക്ക് മണത്താൽ അതിനെക്കുറിച്ച് ഒരു ജഡ്ജ്മെൻ്റലായി തീരുമാനങ്ങൾ എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ അല്ല ഞാൻ പറയുന്നത്. മറിച്ച് കുറച്ചുകൂടിയൊക്കെ വിജിലൻ്റ് ആവുക എന്നുള്ളത് പാരൻസിന് ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ടതുണ്ട്. കാരണം അത്രമേൽ വലിയൊരു പ്രഷറും അതുപോലെ തന്നെ അത്തരത്തിലൊരു സാമൂഹ്യ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിതിൻ്റെ പ്രിവെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെറ്റ് യുവർ സെൽഫ് ആസ് റോൾ മോഡൽ. പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ആണ് ഏറ്റവും വലിയ റോൾ മോഡൽസ്. മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈക്കോളജി അല്ലെങ്കിൽ അവരുടെ ചിന്ത നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബാക്കിയുള്ള എല്ലാ റോൾ മോഡൽസിനും അപ്പുറത്ത് പാരൻസ് തന്നെയാണ് അവർ നോക്കുന്ന അല്ലെങ്കിൽ അവർ റോൾ മോഡൽസ് ആക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ് എന്ന് പറയുന്നത്. പാരൻസ് തന്നെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗേഴ്സ്. അതെന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ അവിടെ നമ്മൾക്കൊരു മോഡൽ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെയോ മദ്യപാനത്തെയോ ഒക്കെ അതിനെ നിസ്സാരവൽക്കരിച്ച് അതിനെ നോർമലൈസ് ചെയ്തിട്ട് കുട്ടികളോട് അത് പറ്റൂല എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക് അല്ലേ. അത് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത്തരത്തിലുള്ള ഹാംഫുൾ സബ്സ്റ്റൻസസിൽ നിന്നും മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മക്കൾക്ക് അത്തരമൊരു സന്ദേശം നമ്മുടെ ജീവിതം കൊണ്ട് കിട്ടരുത്. അതേപോലെ തന്നെയാണ് ഡെമോൺസ്ട്രേറ്റ് ഹെൽത്തി കോപ്പിംഗ് മെക്കാനിസം ഫോർ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അതിനെ കോപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു ഹെൽത്തി മെക്കാനിസം, അതിനെങ്ങനെയാണ് നമ്മളിതിനെ ഓവർകം ചെയ്യുന്നത് എന്ന് അവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്താലാണ് അവർക്കും അതേപോലെയുള്ളൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അവരും ആ രൂപത്തിലേക്ക് ചിന്തിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി, അത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മുടെ മക്കൾ നമ്മളെ ഒരു കണ്ണാടി പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ബിൽഡ് റെസിലിയൻസ് അല്ലേ, എൻകറേജ് ഹെൽത്തി ഹോബീസ്, സ്പോർട്സ് ഇൻട്രസ്റ്റ്, അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ടീച്ച് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിനുള്ള എക്സാമ്പിൾസ് കാണിക്കുകയും അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും അത് ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ വളരെ ബോധപൂർവം ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഈ രൂപത്തിൽ നമ്മൾ പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ, ഞാനത് പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മദ്യപാനമായിട്ട് ബന്ധപ്പെട്ടും അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, മെൻ്റലി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സോഷ്യലി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ എല്ലാവരും അവെയറാണ്, എല്ലാവരും അതിനെക്കുറിച്ച് അവെയറാണ്. പക്ഷേ
ഇതിൽ പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്തോ ഒരു ഇമ്മ്യൂണാണ്, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ എന്തോ ഇമ്മ്യൂണാണ് എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നം. കാരണം ഈ പറഞ്ഞ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായ സ്ഥലത്തൊക്കെ എല്ലാവരും വിചാരിച്ചത് ഞങ്ങളുടെ മക്കൾ അവരടിപൊളിയാണ്, ഞങ്ങളുടെ മക്കൾ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ ലഹരി ഉപയോഗിച്ചാലും ഇങ്ങനെയൊന്നും എത്തൂല എന്ന് തന്നെയാണ് അവരെല്ലാവരും വിചാരിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇത് ലഹരിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കാരണം ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ അമ്മയില്ല, പെങ്ങളില്ല, അല്ലെങ്കിൽ കൂട്ടുകാരില്ല, നാട്ടുകാരില്ല, അല്ലെങ്കിൽ ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്നില്ല അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഫിഗേഴ്സ്, അവർ ആളുകൾ ആരാധനയോട് നോക്കുന്ന അത്തരം ഫിഗേഴ്സ് പോലും വളരെ അശ്ലീലങ്ങൾ സംസാരിക്കുന്നു. എന്തേ അതിനവരെ പ്രേരിപ്പിക്കുന്നത്? അവർ ആ ലഹരി ഉപയോഗിക്കുന്നതോടുകൂടി അവരല്ലാതാവുകയാണ്. നിങ്ങളുടെ മകനല്ലാതാവുകയാണ് അല്ലേ. അവരല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവരെന്തു ചെയ്തേക്കാം അല്ലേ. അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ ആ ഒരു ലൂപ്പിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിലേക്ക് നമ്മുടെ മക്കൾ ഒരിക്കലും എത്തിപ്പെടാത്ത രൂപത്തിലുള്ള കൂട്ടുകെട്ടും സാമൂഹ്യ സാഹചര്യങ്ങളും അവർക്ക് ഒരുക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ നല്ലൊരു സാമൂഹ്യ സൃഷ്ടിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു പാരൻറ്റിങ് നമുക്ക് എല്ലാവർക്കും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു.